തിരുവനന്തപുരം മൊട്ടമൂട് അംഗൻവാടി ടീച്ചർ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം ഇന്നലെ നമ്മൾ അത് വാർത്തയെ ബ്രേക്ക് ചെയ്തിരുന്നതാണ്. അതിൽ പോലീസ് കേസെടുത്തു എന്ന വാർത്ത പോയിരുന്നു. CWCയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തി അതിനുശേഷം കേസെടുക്കുകയായിരുന്നു. 2.25 വയസ്സ് മാത്രമുള്ള കുഞ്ഞിന്റെ മുഖത്ത് കൈവീശി അടിച്ച ക്രൂരത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഷഫീദ് റാവുത്തറ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഒരു തരത്തിൽ ന്യായീകരണമില്ലാത്ത, എന്തെങ്കിലും പറഞ്ഞു നിൽക്കാൻ കഴിയാത്തൊരു സംഭവമായിരുന്നു അത്. ഒരു പാവം കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് കൈവീശി അടിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഒരു ക്രൂരതയുണ്ട്. ആ ക്രൂരതയ്ക്കുള്ള ശിക്ഷ കിട്ടും എന്ന് ഉറപ്പിക്കാവോ ഷഫീദ്? ഹാഷ്മി, മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ഈ സംഭവം. അതായത് മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടിയാണ് കുഞ്ഞിനെ കുളിപ്പിക്കാൻ എടുത്തപ്പോൾ ഈ രക്ഷിതാക്കൾ ഈ പാട് മുഖത്ത് കാണുന്നതും പിന്നീട് അത് ആശുപത്രിയിലേക്ക് അടക്കം പോവുകയും ചെയ്തത്. മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ഇതൊരു പോലീസ് കേസായി മാറുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മിനിഞ്ഞാന്ന് രാത്രി ഇത് കണ്ടെത്തുന്നു, തുടർന്ന് ടീച്ചറെ വിളിക്കുന്നു, ടീച്ചർ എടുക്കാതെ വരുന്നു, അതിനുശേഷം ആശാ വർക്കറോട് സംസാരിക്കുന്നു. അങ്ങനെയാണ് ടീച്ചറെ സംബന്ധിച്ച് ഈ പുഷ്പകല എന്ന് പറയപ്പെടുന്ന അംഗനവാടി ടീച്ചറെ കേന്ദ്രീകരിച്ച് സംശയം രക്ഷിതാക്കൾക്കുണ്ടാകുന്നത്. അതിനുശേഷം അവർ ആദ്യം തിരുവനന്തപുരം തൈക്കാടുള്ള അമ്മയും കുഞ്ഞും ആശുപത്രിയിലും, ഇന്നലെ ഉച്ചയോടുകൂടി വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്കും കുഞ്ഞിനെ മാറ്റുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് നമ്മൾ ഈ വാർത്ത പുറത്തേക്ക് നൽകുന്നത്. അത് വിവാദമാവുകയും പിന്നീട് ബാലാവകാശ കമ്മീഷന്റെ അടക്കം ശ്രദ്ധയിലേക്ക് വരികയും ചെയ്തിരുന്നു. കൂടാതെ പോലീസിന്റെ ശ്രദ്ധയിലും ആ വിഷയം പെട്ടതോടുകൂടി ഇന്നലെ രാത്രി ഈ ആശുപത്രിയിലെത്തി, അത് CWCയുടെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിലെത്തി അമ്മയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുകയായിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അത് ചുമത്തിയാണ് കേസ്. പുഷ്പകര അടക്കമുള്ള ആളുകൾ അവരുടെ കാര്യം അവർക്കെതിരെയായിരുന്നു കാര്യത്തിൽ പരാതി ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും എന്ന് പോലീസ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. നരുവാമൂട് പോലീസാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള KV മനോജ് കുമാർ അദ്ദേഹം തന്നെ പറഞ്ഞത് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ കേസെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി പോലീസിന്റെ തുടരന്വേഷണം അത് നിർണായകമായി മാറും. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കുഞ്ഞിന്റെ കർണപടത്തിൽ ഏതെങ്കിലും തരത്തിൽ ക്ഷതം പറ്റിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു വിദഗ്ധ പരിശോധന നടത്തിയത്. എന്നാൽ കാര്യമായ പ്രശ്നങ്ങളില്ല. ആ ആഘാതമേറ്റതിന്റെ കുഴപ്പം അതുമാത്രമാണ് കുട്ടിക്കുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഹഷ്മി, എന്നാലും ഷഫീദ്, ഒരു കുഞ്ഞിനെയൊക്കെ കൈനിട്ട് അടിക്കാൻ എങ്ങനെയാണ് തോന്നുന്നത്? അപ്പോൾ ഈ ടീച്ചർ ഈ കുഞ്ഞിനടുത്ത് മാത്രമാണോ, വേറെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഹാഷ്മി, സമാനമായ ചില സംഭവങ്ങൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പോലീസ് കേസായിട്ടൊന്നും പോയിട്ടില്ല. സാധാരണഗതിയിൽ ഈ പ്രാദേശികമായി അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ഇടപെടലുകൾ, പ്രാദേശിക ഇടപെടൽ കൊണ്ട് സെറ്റിലാവുകയാണ് പതിവ്. പക്ഷേ ഇന്നലെയും ഇത് സെറ്റിലാക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇത് നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരികയും നമ്മളത് വാർത്തയായി പുറത്തുവിടുകയും ചെയ്തത്. 2 കേസുകൾ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ 2 കേസുകൾ സമാനമായി മുൻപുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പരാതി ഒത്തുതീർപ്പിലേക്ക് വിട്ടു എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും ഈ പുഷ്പകലയ്ക്കെതിരെ ഇനി ആരെങ്കിലും പരാതി നൽകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല പുഷ്പകല ഇങ്ങനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നത് ആര് എന്നുള്ള കാര്യവും ഏറ്റവും പ്രധാനമാണ്. ഇതിലടക്കം പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രവുമല്ല നിലവിൽ ഇപ്പോൾ താൽക്കാലികമായ മാറ്റി നിർത്തൽ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഉച്ചയോടുകൂടി വകുപ്പ് തല സസ്പെൻഷൻ അതുണ്ടാകും എന്നുള്ള വിവരമാണ് ഔദ്യോഗികമായി പുറത്തു വരുന്നത്. ഒരു പക്ഷേ മറ്റ് നടപടികളിലേക്ക് കൂടി വകുപ്പ് കടക്കുമെന്നുള്ള സൂചനകൾ വകുപ്പിന്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അശ്വിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.